പെണ്ണുങ്ങളുടെ കാലിനാണ് ഇത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ദൈവം കൊടുത്തേക്കണം ആണുങ്ങളെക്കാളും. അത് ഇവർക്ക് മനസ്സിലാവില്ല, പക്ഷെ ആണുങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ ഇപ്പം എൻ്റെ കൊച്ച് ഇപ്പോൾ അവനൊരു ഏതപ്പനാണെങ്കിൽ 10-13 കിലോ ഉണ്ട്, ഡോണൊരു 10 കിലോ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് പോലും എനിക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഒന്നില്ലെങ്കിൽ കാല് വേനെടുക്കും അല്ലെങ്കിൽ കൈ വേനെടുക്കും. നീ അത് ആ കൊച്ചിനെ ഹോൾഡ് ചെയ്ത് എന്തൊക്കെ ചെയ്യും? ഞാൻ എല്ലാ പണിയും ചെയ്യും. അടിച്ചു വാരും, തുടയ്ക്കും, കറി വെക്കും, എല്ലാം കുമ്പിട്ടോ കിടന്നോ എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പം ഞാൻ കണ്ടെങ്ങനെ അപ്പം അമ്മയ്ക്ക് 50 വയസ്സ് കഴിഞ്ഞല്ലേ, 50 വയസ്സായ അമ്മ ഏതപ്പനെ എടുത്തുകൊണ്ട് തുണി വിരിക്കും, ഇപ്പോഴും ചെയ്യും. ഒരു 4-5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് എടുത്തുകൊണ്ട് നിൽക്കും അമ്മ. ഇവളും നിൽക്കും 2-3 മണിക്കൂറൊക്കെ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പെണ്ണുങ്ങളെ ആണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങളെക്കാളും കാൽ മസിൽ സ്ട്രോങ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്കാണ്. ആണുങ്ങൾക്ക് അത്ര ഇല്ല. പക്ഷെ ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവരുടെ വലിപ്പം ഇവർക്ക് അറിയില്ല. പക്ഷേ ഏറ്റവും പെട്ടെന്ന് വീക്കാവണതും ഇവരുടെ കാര്യം തന്നെയാണ്. കാരണം എന്താ, ഇവരാരും ഈ ചുമരിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാരാണ്. കാല് സ്ട്രെങ്തൻ ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് സ്ട്രെങ്തനിങ് വർക്കൗട്ട് ചെയ്യാനോ എന്ന് ഇവർക്കറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. ഈ പ്രസവം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രസവം കഴിഞ്ഞപ്പോഴാണ് ഇവൾക്ക് മനസ്സിലായത്. ഇവളുടെ വിചാരം പ്രായമായിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രായമാവണമെന്നല്ല, ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു 2.5 കിലോ ഭാരം വരുന്ന വെയിറ്റ് ഒക്കെ അപ്രോക്സിമേറ്റ് ഉണ്ടാവൂലേ, 2.5 കൂടുതലുള്ള കുഞ്ഞുങ്ങളെ അത് വെച്ചിട്ട് 8-9 മാസം നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല. നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരു 2 കിലോ വെയിറ്റുള്ള ഭാരം വെച്ചിട്ട് ജിമ്മിലൊരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക എന്നല്ലാണ്ട് കണ്ടിന്യൂസ് ഭാരം ഒന്നും നടക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം പ്രസവം എന്നൊരു പരിപാടി പെണ്ണുങ്ങളെ കുറിച്ചാണ്. ആണുങ്ങളെ കൊണ്ട് അത് ജമ്മത്തി നടക്കും എനിക്ക് തോന്നല്ല, എന്നെ കൊണ്ടും പറ്റില്ല. അപ്പം ആ വീക്ക് മസിലാണ്. ഇപ്പം എൻ്റെ ഭാര്യയുടെ വീക്ക് മസിൽ എന്ന് പറഞ്ഞാൽ ലെഗാണ്. ഇപ്പം അവൾക്ക് ലെഗിന് വെയിറ്റ് കുറവായത്. അതായത് ഇപ്പം അവളുടെ വെയിറ്റ് ഇപ്പം 44-50 50 കഴിഞ്ഞപ്പോൾ അവ ബോഡി വെയിറ്റ് പോലും താങ്ങാൻ അവളുടെ കാലിൽ പറ്റില്ല. പള്ളിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ എന്താ അവസ്ഥ എന്ന് പറഞ്ഞേ? എനിക്ക് നിൽക്കാൻ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അധിക നേരം വെയിറ്റ്, അതായത് കുറെ നേരം നിന്നിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നും കാലിന് താങ്ങാൻ പറ്റുന്നില്ല, അപ്പർ ബോഡി താങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് മിക്ക സ്ത്രീകളുടെ പ്രശ്നം. ഇരുന്നിട്ട് ചമ്പരം പടിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ മുട്ടിൻ്റെ ഇവിടെ വേനെടുക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം ലെഗ് സ്ട്രെങ്തൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് വർക്കൗട്ട് ലെഗ് സ്ട്രെങ്തൻ ചെയ്യാവുന്ന രീതിയിൽ വാമപ്പ് ലെഗിൻ്റെ കുറച്ച് വർക്കൗട്ട് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. മേ ബി ചിലപ്പോൾ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തീരും എന്തായാലും. അത് ഇവള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് പാസ്സാവുകയാണെങ്കിൽ മാത്രം നാളെ മുതൽ കണ്ടിന്യൂ വർക്കൗട്ട് കൊടുക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നാളെ ഇരുന്ന് ബെഡിൽ ഇരുന്നിട്ട് തേങ്ങലും മുങ്ങലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പരിപാടിയോടെ ഞാൻ അവസാനിപ്പിക്കും. ഇത് കണ്ടിന്യൂ പോവില്ല. ഇവൾക്ക് താല്പര്യം വേണം. ഞാൻ മുമ്പ് ജിമ്മിൽ പോയതല്ലേ, നീ മുമ്പ് ജിമ്മിൽ പോയ പോലത്തെ അല്ല ഞാൻ കൊടുക്കണം. നോ പെയിൻ നോ ഗെയിൻ ആണ്.